ഹായ് ഫ്രണ്ട്സ്, ഈസി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നീയ. ഇന്ന് ബൊഗെയിൻവില്ലയുടെ പ്രൊപ്പഗേഷനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കമ്പ് വെച്ചിട്ടുള്ള പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്ന ബൊഗെയിൻവില്ല കമ്പ് കുത്തി വെച്ചിട്ട് കിളിച്ചതാണ്. കൂടുതലായിട്ടുള്ള അലങ്കാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതിന് ഏത് ടൈപ്പ് കമ്പ് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. പലർക്കും ഡൗട്ടുള്ള കാര്യമാണ്, ഇത് നമ്മളിങ്ങനെ നട്ട് കിളിപ്പിച്ച ശേഷം എപ്പോഴാണ് മാറ്റി നടേണ്ടത്? ഒരില വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളതങ്ങ് മാറ്റി നടും. അപ്പോൾ ഇത് എപ്പോൾ മാറ്റി നടണം, എങ്ങനെ മാറ്റി നടണം എന്നെല്ലാം ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കമ്പ് തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു രീതിയിലുള്ള കമ്പ് വേണം എടുക്കാൻ കേട്ടോ. അതായത് ഒരുപാട് മൂത്ത കമ്പും ആവാൻ പാടില്ല, എന്നാൽ തീരെ ഇളം കമ്പും ആവാൻ പാടില്ല. ഈ ഒരു പരുവത്തിലുള്ള കമ്പ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇത് മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ലെങ്തൊക്കെ എടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ലെങ്തിലാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ്. ഇലകളൊക്കെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണമെന്നില്ല, നമ്മൾ ഇളക്കി കളഞ്ഞാൽ മതി കേട്ടോ. കാരണം ഇത് കമ്പ് നട്ട് വെക്കുമ്പോൾ കൂടുതലും നമ്മൾ ഇലകളായിരിക്കും അബ്സോർബ് ചെയ്തെടുക്കുന്നത്. വളങ്ങളിട്ട് കൊടുക്കുന്ന എന്തോ ആയാലും ശരി. അപ്പം അത് കമ്പ് കിളിച്ച് വരാൻ, പുതിയ മുളകളൊക്കെ വരാൻ ഇത്തിരി ലേറ്റാവും. അതുകൊണ്ടാണ് ഈ ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇല കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കമ്പ് കുത്തിവെക്കാം. ഇനിയിപ്പം നടാനായിട്ട് എത്രത്തോളം ലെങ്തിൽ എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൻ്റെ ചുവട് എന്ന് പറയുമ്പോൾ നമ്മളിതിനകത്ത് മുള്ളുണ്ടല്ലോ, ആ ഒരു മുള്ളിന് തൊട്ട് താഴെ വെച്ച്, ഇതായി കാണിച്ചേക്കുന്ന പോലെ തൊട്ട് താഴെ വെച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അടുത്തത് അതേ രീതിയിൽ തന്നെ വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് വേണം. ലെങ്തൊക്കെ ഇത്രയും വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ആ ഒരു രീതി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കമ്പ് തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ വെറും മണ്ണ് മതി കേട്ടോ. ഇതിപ്പം വേറൊരു ചട്ടിയിൽ മണ്ണിരുന്നതാണ്, വെറുതെ ഇരുന്ന മണ്ണാണ്. അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തു. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മണ്ണ് മാത്രം എടുത്താൽ മതി കേട്ടോ. വേറൊന്നും ഇല്ല ഇതിനകത്തായാലും, വേറൊന്നും മിക്സ് ചെയ്തിട്ടില്ല നമ്മൾ, വെറും മണ്ണാണ്. അപ്പോൾ അത് ഒന്ന് കുതിരാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഈ കമ്പോട് അങ്ങ് കുത്തി വെക്കാൻ പാടില്ല. ഒരു കുഴിയെടുത്ത ശേഷം ഈ കമ്പ് നമ്മൾ കുഴിച്ചു കൊടുക്കുക, നട്ട് വെക്കുക കേട്ടോ. അങ്ങനെ വേണം ചെയ്യാനേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളം ഇപ്പം ഞാൻ ഒഴിച്ച് കാണിച്ചല്ലോ, ഒഴിച്ചപ്പോൾ ആ വെള്ളം പെട്ടെന്ന് അത് താഴേക്ക് പോയില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ട് വേണം തിരഞ്ഞെടുക്കാൻ കേട്ടോ. പോട്ടിൽ അടിയിൽ വെള്ളം ഡ്രെയിനേജ് ഹോളൊക്കെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കവറൊക്കെ മൂടി വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനൊന്നും വേണമെന്നില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ നട്ട ശേഷം ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ. വെയിലൊന്നും അധികം കൊള്ളണ്ട, ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഇത് അതേ രീതി നട്ട് കിളിച്ചിട്ടുള്ളതാണ് കമ്പ്. അപ്പം ഇതിന് ഞാൻ കവറൊന്നും വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല, അങ്ങനെ ഒന്നും ചെയ്തതല്ല. അതായത് ഇതുപോലെ പൂ വരെ ഉണ്ടായിട്ടുണ്ട്, നല്ലപോലെ കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒരു മുള വന്ന ശേഷം ഉടനെ അങ്ങ് വേര് വന്ന് കാണും എന്ന ചിന്തയിൽ കൊണ്ടുപോയി നമ്മൾ ഉടനെ ഇളക്കി മാറ്റി നടാൻ പാടില്ല കേട്ടോ. ഈ കമ്പ് ഒരു 2-3 ദിവസം ആയതേ ഉള്ളൂ കേട്ടോ കുത്തി വെച്ചിട്ട്. ചെറിയ തോതിൽ മുള വരുന്നുണ്ട്. അപ്പം ഈ മുള വന്നു എന്ന് കരുതി, അല്ലെങ്കിൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇലയായിട്ട് മാറും, ഒരു 3-4 ഇല വരും. അപ്പോൾ അങ്ങനെ വന്നെന്ന് കരുതി ഉടനെ അതെടുത്ത് വേറെ പോട്ടിംഗ് മിക്സറിനകത്ത് നടാൻ പാടില്ല കേട്ടോ. കാരണം അങ്ങനെ നട്ടാൽ ചിലപ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ച ഈ ഒരു പരുവത്തിലൊക്കെ ആയതിന് ശേഷം മാറ്റി നടുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അതിന് ശേഷം മാത്രമേ നിങ്ങൾ പോട്ടിംഗ് മിക്സറിനകത്തേക്ക് നടാൻ പാടുള്ളൂ കേട്ടോ. എങ്കിലേ ഇത് നന്നായിട്ട് കിളിച്ച് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ആദ്യം നടുമ്പോൾ പോട്ടിംഗ് മിക്സറോ അല്ലെങ്കിൽ മണ്ണും മണലും ചാണകപ്പൊടി ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നീട് നടുമ്പോൾ, ഇത് കിളിച്ചതിന് ശേഷം, നന്നായിട്ട് കിളിച്ച് വേരൊക്കെ വന്നതിന് ശേഷം നടുമ്പോൾ നിങ്ങൾ മണ്ണും ചാണകപ്പൊടിയും ഒക്കെ എടുത്ത് മിക്സ് ചെയ്തിട്ട് നട്ടോ കേട്ടോ. അപ്പോൾ നന്നായിട്ട് കിളിച്ചോളൂ. അപ്പോൾ ഈ ഒരു രീതിയിലേ നിങ്ങൾ നടാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ഞാൻ ചെയ്തത്. ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഉടനെ നട്ടുപോയി, അത് ചീഞ്ഞ് പോവുമോ എന്താണെന്നുള്ളത്. അപ്പം അങ്ങനെ അബദ്ധം പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം, അതിൻ്റെ മേലൊരു കണ്ണുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.